നമസ്കാരം. അഘോരവിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 വിഷു ഫലത്തിൽ ഇന്ന് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തുലാക്കൂറിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാരുടെ ഫലം അതിഗംഭീരമായ ഒരു ഫലമായിരിക്കും 2026 മേടമാസത്തിൽ ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. വിഷുഫലം എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷക്കാലം 2026 to 27 വരെ ഇവർക്ക് നല്ല അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. എല്ലാ തരത്തിലും ഇവർക്ക് ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയമായിരിക്കും മേടമാസം മുതൽ അങ്ങോട്ടുണ്ടാവുക. അപ്രതീക്ഷിത ധനാഗമന യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വീട്, വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ കയ്യിൽ വരാനുള്ള യോഗം പലർക്കും അനുഭവത്തിൽ വരും എന്ന് തന്നെ ഉറപ്പിക്കാം. പാഴ്ചിലവുകൾ വർദ്ധിക്കാൻ ഇടവരും എന്നുള്ളതാണ്. ഈ പറയുന്ന ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ നക്ഷത്രക്കാർക്ക് പാഴ്ചിലവുകൾ വർദ്ധിക്കാൻ ഇടവരും എന്നുള്ളതാണ്. വിദ്യാഭ്യാസ പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകും. ഉപരിപഠനത്തിന് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഗുണകരമായി തീരും. അതുപോലെ തന്നെയാണ് വസ്തു വകകളൊക്കെ വിറ്റ് പണം കയ്യിൽ വരാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റത്തിനും അത് നിമിത്തം ശമ്പള വർധനവിനും ഇടവരുന്ന ഒരു സമയമായിരിക്കും ഈ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരിക. 9ലെ വ്യാഴം ഇവർക്ക് നല്ല ഭാഗ്യങ്ങൾ കൊണ്ടുവരും എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷുക്കാലം നല്ല ഒരു ഫലമായിരിക്കും സമ്മാനിക്കുന്നത്. ധൈര്യമായിട്ടും ഈ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാം. ക്ഷേത്ര ദർശനം അതുപോലെ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ഫലം ഇരട്ടിയായി വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയ വഴിപാടുകൾ കഴിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഗുണങ്ങളൊക്കെ ഇരട്ടിയായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം. അവർ നരസിംഹമൂർത്തി ക്ഷേത്ര ദർശനം നടത്തി പാനകം വഴിപാട് കഴിപ്പിക്കുന്നതും ഇവരുടെ ആരോഗ്യത്തിനും ആയുസ്സിനും ഗുണകരമായി തീരുന്നതായിരിക്കും. എന്തായാലും ഈ തുലാക്കൂറിൽ വരുന്ന ചിത്തിരാര, ചോതി, വിശാഖം മുക്കാൽ നക്ഷത്രക്കാർക്ക് ഈ ഒരു 2026 to 27 വർഷക്കാലം ഏറെ ശുഭദായകമായിരിക്കും. എല്ലാ അനുഗ്രഹങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമാറാകട്ടെ. ഭഗവാൻ സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.